നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹത്തിന് തടസ്സം നിന്ന ബന്ധുവിനെ വാഹനമിടിച്ച് തെറിപ്പിച്ച് യുവാവ്. പ്രണയബന്ധം എതിർത്ത വൈരാഗ്യത്തിനാണ് പിതൃ സഹോദരനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ യുവാവ് ശ്രമിച്ചത്. യുവാവിനെ അറസ്റ്റ് ചെയ്തു. എറണാകുളത്താണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. എറണാകുളം അയ്യപ്പൻകാവ് നെഹ്റു റോഡ് കോട്ടുകലിൽ അഭിജിത്ത് പ്രസാദ് എന്ന 33 വയസ്സുകാരനാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത്. എറണാകുളം നോർത്ത് SHO A അനൂപിന്റെ നേതൃത്വത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തു. പ്രതിയുടെ പിതാവ് ശിവപ്രസാദിന്റെ സഹോദരൻ അയ്യപ്പൻകാവ് സ്വദേശി സത്യപാലനാണ് സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ തുടരുന്നത്. 61 വയസ്സുകാരനാണ് ഈ അപകടം സംഭവിച്ചിരിക്കുന്നത്. അപായപ്പെടുത്താൻ ശ്രമിച്ചിരിക്കുന്നത്. വാഹന അപകടമാണെന്ന് വരുത്തി തീർക്കാൻ പ്രതി ശ്രമിച്ചെങ്കിലും ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചു. ഇതിനെ തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സത്യങ്ങൾ പുറത്തേക്ക് വന്നത്. കള്ളങ്ങളെല്ലാം, അതായത് പ്രതി അഭിജിത്ത് പ്രസാദിന്റെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞടുങ്ങുകയായിരുന്നു. സത്യപാലൻ സഞ്ചരിച്ച സ്കൂട്ടറിന് പിന്നിലാണ് പ്രതി ഓടിച്ച കാർ ഇടിച്ചത്. വളരെ ക്രൂരമായ സംഭവമാണ് നടന്നിരിക്കുന്നത്. ഇന്നലെ രാവിലെ 6:15 അയ്യപ്പൻകാവ് ചിറ്റൂർ റോഡിൽ അയ്യപ്പൻകാവ് ആക്സിസ് ബാങ്ക് ശാഖയ്ക്ക് സമീപമാണ് ഈ സംഭവം ഉണ്ടായത്. അയ്യപ്പൻകാവ് ജംഗ്ഷൻ അടുത്ത് സത്യപാലൻ സൂപ്പർ മാർക്കറ്റ് നടത്തുന്നുണ്ട്. ഇവിടെ രാവിലെ പാൽവണ്ടി എത്തിയ ശേഷം ചായ കുടിക്കാൻ സെമിത്തേരി മുക്കിലേക്ക് സത്യപാലൻ സ്കൂട്ടറിൽ പോവുകയായിരുന്നു. ഈ സമയം നോക്കിയാണ് പ്രതി മാരുതി കാറിൽ എത്തിയത്. അമിത വേഗത്തിൽ വന്ന് കാർ ഇടിച്ച് സ്കൂട്ടറിൽ നിന്ന് തെറിച്ച സത്യപാലൻ കാറിന്റെ ബോണറ്റിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ചില്ലുകൾ തകരുകയും ചെയ്തു. വാഹനാപകടമാണെന്ന് വരുത്താൻ ഇതേ കാറിൽ അഭിജിത്ത് തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ബന്ധുക്കൾ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ സൂപ്പർ മാർക്കറ്റിന് ഏതാനും വര അകലെ പ്രതി ഒളിച്ചു നിൽക്കുന്നതും സത്യപാലൻ സ്കൂട്ടറിൽ കടന്നു പോകുമ്പോൾ കാറിൽ പിന്തുടരുന്നതും കണ്ടെത്തി. തുടർന്നാണ് ഇത്തരത്തിൽ ഇടിച്ചു തെറിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എറണാകുളം പച്ചാളത്ത് സ്വന്തമായി ട്രാവലിംഗ് ഏജൻസി നടത്തുന്ന പ്രതി വിവാഹമോചിതയായ ഒരു യുവതിയുമായി അടുപ്പത്തിലായിരുന്നു. രക്ഷിതാക്കളും മറ്റു ബന്ധുക്കളും അന്യമതത്തിൽപ്പെട്ട യുവതിയുമായുള്ള വിവാഹത്തെ എതിർത്തു. സത്യപാലന്റെ പ്രേരണ മൂലമാണ് വിവാഹം നടക്കാത്തതെന്ന് ഈ പ്രതി കരുതി കൊലപ്പെടുത്താൻ പദ്ധതിയിടുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കാറും സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും തീവ്രപരിചരണ വിഭാഗത്തിലാണ് ആ വ്യക്തി. അപകടത്തിൽ അകപ്പെട്ട വ്യക്തിയായിരിക്കുന്നത്. താനുമായുള്ള വിവാഹത്തെ എതിർത്ത വ്യക്തിയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. നടക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. ഇടിച്ചു തെറിപ്പിക്കുക CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.